ദൈവവിളിയെ സംബന്ധിച്ച് ഇത്ര സൂക്ഷ്മമായ ഒരു സാക്ഷ്യം യിരെമ്യാവ് കഴിഞ്ഞാൽ പിന്നെ നാം വായിക്കുന്നത് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ്റെ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിലാണ്. അവിടെയും നാം വായിച്ചു കേൾക്കുന്നു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു എന്ന്. ജാതികളുടെ പ്രവാചകനായി തീരുവാൻ തന്നെ വിശുദ്ധീകരിച്ച, ഭ്രൂണാവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ തന്നെ തിരഞ്ഞെടുത്ത് കോൺസിക്രേറ്റ് ചെയ്ത് അപ്പോയിൻ്റ് ചെയ്ത ഒരു ദൈവത്തിലാണ് യിരെമ്യാവ് വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ദൈവത്തോടുള്ള കടപ്പാട് വളരെ വലുതായ ഒന്നായിരുന്നു. മറ്റ് ലോകത്തിലെ രാജാക്കന്മാരോടോ അധികാര കേന്ദ്രങ്ങളോടോ രാഷ്ട്രീയ നേതൃത്വത്തോടോ തൻ്റെ സഹജീവികളോടോ ഒന്നും ഭയപ്പെട്ട് യഹോവയുടെ വചനം അദ്ദേഹം ഒരിക്കലും മറച്ചു വച്ചിട്ടില്ല. ഇസ്രായേലിൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയവും ആത്മികവുമായ അധപ്പതനത്തിൻ്റെ കാലത്ത്, ദാവീദിൻ്റെ കാലത്ത് ഇസ്രായേൽ അതിൻ്റെ ഉച്ചസ്ഥായിലായിരുന്നെങ്കിൽ ശലോമോന് ശേഷം രഹബിയാവിൻ്റെ കാലം മുതലുണ്ടായ ഒരു താഴ്ചയുടെ കാലഘട്ടത്തിൻ്റെ ഒടുക്കമാണ് യിരെമ്യാ പ്രവാചകൻ്റെ ശുശ്രൂഷ നാം കാണുന്നത്. ഈ യിരെമ്യാ പ്രവാചകൻ യഹോവയായ ദൈവം ഇസ്രായേൽ ജനതയുമായി ഏർപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയെ പറ്റിയാണ് ഈ 31-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. യഹോവയായ ദൈവവും ദൈവജനവുമായി ഉണ്ടാക്കിയ ഒരു കവനൻ്റൽ റിലേഷൻഷിപ്പ്, ഒരു ഉടമ്പടിയുടെ സംക്ഷിപ്ത ചരിത്രമാണ്. ഒരു രണ്ടുപേരും തമ്മിൽ ഉഭയസമ്മതം നടത്തുന്ന ആ പ്രക്രിയയുടെ ഒരു സാക്ഷ്യപത്രമായി ഈ ഭാഗത്തെ നമുക്ക് കാണുവാനായി സാധിക്കും. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള ധാരാളം ഉടമ്പടികൾ നാം കാണുന്നുണ്ട്. നോഹയുടെ കാലത്ത് ജലപ്രളയമുണ്ടായി. 40 പകലും 40 രാവും ദേശം മുഴുവൻ വെള്ളത്തിൻ്റെ അടിയിലായ ഒരു കാലഘട്ടം. ആ പ്രളയം നിലച്ചതിന് ശേഷം യഹോവയായ ദൈവം അരുളി ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ ജനവുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. യഹോവയുടെ വില്ല് ആകാശത്ത് സ്ഥാപിക്കുകയാണ്. മഴവില്ല് അടയാളമായി ദൈവജനത്തോട് തനിക്കുള്ള സ്നേഹവും ആദരവും കരുതലും പ്രകടമാക്കുന്ന മഴവില്ലിൻ്റെ ഉദാഹരണത്തിലൂടെ ഒരു ഉടമ്പടിയിൽ പ്രവേശിക്കുന്നത് നാം കാണുന്നുണ്ട്. പാപപങ്കിലമായ ജീവിതം നയിച്ച ഇസ്രായേൽക്കാരോട് കോപിച്ച യഹോവയായ ദൈവം ഒന്ന് ക്ഷമിച്ച് അവരോട് ആർദ്രത തോന്നി, മനസ്സലിവ് തോന്നി അവരെ വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ആ ഉടമ്പടിയിൽ നാം കാണുന്നത്. നോഹയുടെ മക്കളായ ഷേമും ഹാമും യാഫത്തും അവരോടുകൂടെ പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാവരെയും കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറയിൻ മറവിൽ മറയ്ക്കുന്നത് പോലെ സംരക്ഷിച്ച് പ്രളയത്തിന് ശേഷം ഭൂമിയിലാക്കിയ യഹോവയായ ദൈവം ഉണ്ടാക്കിയ ഉടമ്പടി ഒരുപക്ഷെ ആദ്യത്തെ ഉടമ്പടിയായി കാണുവാൻ സാധിക്കും. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 12, 15, 17 അധ്യായങ്ങളിലായി വിശ്വാസികളുടെ പിതാവായ അബ്രഹാമുമായി ഉണ്ടാക്കിയ ഒരു ഉടമ്പടി നാം കാണുന്നുണ്ട്. ജാതികളുടെ പിതാവായി, ഇസ്രായേലിൻ്റെ പിതാവായി, ലോക ജനതയുടെ മുഴുവൻ ഒരു മധ്യസ്ഥനായി അബ്രഹാമിനെ കണ്ട യഹോവയായ ദൈവം അരുളി ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ മൂലം നിന്റെ ജനത അനുഗ്രഹിക്കപ്പെടും, നീ തന്നെ ഒരു അനുഗ്രഹമായി തീരും. 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, ഐ എം ഗോയിങ് ടു ബ്ലസ് യു, ഐ എം ഗോയിങ് ടു ബ്ലസ് ദ നേഷൻ ഓഫ് ഇസ്രായേൽ ബിക്കോസ് ഓഫ് യു, ആൻഡ് ഐ ആം ഗോയിങ് ടു മേക്ക് യു യുവർസെൽഫ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. നീ തന്നെ ഒരനുഗ്രഹമായി മാറും എന്ന് പറഞ്ഞ യഹോവയായ ദൈവം 15-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ പിതാവായും 17-ാം അധ്യായത്തിൽ
ജാതികളുടെ പിതാവായും ഒക്കെ അബ്രഹാമിനെ ചിത്രീകരിക്കുന്ന യഹോവയായ ദൈവം പരിച്ഛേദന എന്ന് പറയുന്ന ഒരു ഉടമ്പടിയുടെ അടയാളത്തിലൂടെ യഹോവയും ഇസ്രായേൽ ജനവും പുതിയ ഒരു ബന്ധത്തിൽ ആവുകയായിരുന്നു, ഒരു പുതിയ പാരസ്പര്യത്തിൽ ആവുകയായിരുന്നു. വീണ്ടും ശമൂവേൽ ദീർഘദർശിയുടെ പുസ്തകം 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ ദാവീദുമായി ഉണ്ടാക്കുന്ന ഒരു ഉടമ്പടി നാം വായിക്കുന്നുണ്ട്. നിന്റെ സന്തതി മൂലം ഈ ജനത രക്ഷിക്കപ്പെടും. ദാവീദിൻ്റെ പുത്രനിൽ കൂടെ ഇസ്രായേലിനുണ്ടാകാൻ പോകുന്ന വലിയ രക്ഷയെപ്പറ്റി പ്രവചിച്ച, വാഗ്ദത്തം ചെയ്ത യഹോവയായ ദൈവത്തിൻ്റെ ഉടമ്പടി നാം കാണുന്നുണ്ട്. ഈ പട്ടികയുടെ ഒരവസാനമായിട്ടാണ് യിരെമ്യാ പ്രവചനത്തിലെ ഈ പുതിയ ഉടമ്പടി നാം കാണുന്നത്. 31-ാം അധ്യായത്തിൽ കാണുന്ന ഈ പുതിയ ഉടമ്പടി, അതാണ് നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ്റെ കഷ്ടാനുഭവ ആഴ്ചയിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ കർത്താവ് അരുളി ചെയ്യുന്ന വാക്കിൻ്റെ അടിസ്ഥാനം ഇതാണ് എന്ന് വേദപുസ്തക പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. പുതിയ നിയമത്തിനായി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം എന്ന് പറഞ്ഞുകൊണ്ട് പാനപാത്രമെടുത്ത് ശിഷ്യന്മാർക്ക് നൽകിയ ക്രിസ്തു, യിരെമ്യാവിൻ്റെ കാലത്ത് യഹോവയായ ദൈവം കൽപ്പിച്ച് വാഗ്ദത്തം ചെയ്ത ആ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ വീണ്ടും നൽകുകയായിരുന്നു. ഉടമ്പടി എന്ന് പറയുന്നത് എപ്പോഴും രണ്ട് വ്യക്തികൾ തമ്മിലോ, രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലോ, രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിലോ ആകാം. ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ റഷ്യയും ചൈനയുമായുള്ള ഉടമ്പടിയെപ്പറ്റി നാം വാർത്തയിൽ വായിക്കുകയുണ്ടായി. രണ്ട് വലിയ ശക്തികൾ, അവർ തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള ചില വാഗ്ദത്തങ്ങൾ, ചില തീരുമാനങ്ങൾ, ചില ഉഭയസമ്മതങ്ങൾ. അതുകൂടാതെ ലോകത്തിലെ മറ്റു രാജ്യങ്ങളുമായി, യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെ സംബന്ധിക്കുന്ന ചില സൂചനകൾ, ചില തീരുമാനങ്ങൾ. ഏഷ്യയിലെ വലിയ ശക്തികളായ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച ചില ഉടമ്പടികൾ. ഈ ഉടമ്പടികളെല്ലാം കൂടിയാണ് ചൈനയും റഷ്യയും ഇന്നലെ തീരുമാനിച്ച് ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വീണ്ടും പാകിസ്ഥാനുമായുള്ള ഉടമ്പടി. ഇങ്ങനെ അനുദിനം ഉടമ്പടികൾ ധാരാളം നമ്മൾ കാണുന്നുണ്ട്. രാഷ്ട്രങ്ങൾ തമ്മിൽ, വ്യക്തികൾ തമ്മിൽ. വിവാഹ കൂദാശയിൽ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, ഇത് ഒരു ഉടമ്പടിയല്ല, ഇത് വിശുദ്ധ കൂദാശയാണെന്ന്. വാസ്തവത്തിൽ ഒന്ന് തിരുത്തി പറയേണ്ടിയിരിക്കുന്നു, ഇത് കേവലം ഒരു ഉടമ്പടി മാത്രമല്ല, ഇത് വിശുദ്ധ കൂദാശ കൂടിയാണ് എന്നാണ് പറയേണ്ടത്. കാരണം വൈവാഹിക ബന്ധത്തിൽ പുരുഷനും സ്ത്രീയും തമ്മിൽ നിലനിർത്തേണ്ട ബന്ധങ്ങൾ, അവർ തമ്മിൽ പാലിക്കേണ്ട നിയമങ്ങൾ, അവർ തമ്മിൽ പരസ്പരം പുലർത്തേണ്ട പാരസ്പര്യങ്ങൾ, ആദരവുകൾ, അംഗീകാരങ്ങൾ, കരുതൽ ഒക്കെ വിവാഹ കൂദാശയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ പൊതുവെ യഹോവയായ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറയുമ്പോഴും ഈ ഒരു വൈവാഹിക ബന്ധത്തിൻ്റെ പദങ്ങളൊക്കെ കടമെടുക്കാറുണ്ട്. യിരെമ്യാ പ്രവചനത്തിൽ തന്നെ 2-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യഹോവയും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടിയെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഉടമ്പടിയോട് തുലനം ചെയ്ത് നമുക്ക് കാണുവാനായി സാധിക്കും. അവിടെ പറയുന്നു, ദൈവം ഇസ്രായേൽ ജനതയെ സ്നേഹിക്കുന്ന കാര്യം പറയുന്നുണ്ട്. നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവൻ്റെ വിളവിൻ്റെ ആദ്യ ഫലവുമാകുന്നു. ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുന്നതായി പറയുന്നു. ഹെസെദ് എന്ന എബ്രായ വാക്കാണ് പറയുന്നത്. അതൊരു നഫ്ഷ്യൽ ലവ് എന്ന് സാധാരണ തർജ്ജമ ചെയ്യാവുന്ന ഒരു പദമാണ്. ഒരു കുടുംബജീവിതത്തിലെ ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ആഴമായ സ്നേഹത്തിന് ഉപയോഗിക്കുന്ന ഒരു പദമായി ഹെസദിനെ കാണുവാൻ സാധിക്കും. മറുവശത്ത് കന്യകയായ ഇസ്രായേലിന് പ്രതീക്ഷിക്കുന്നത് അവിടെ എടുത്തു പറയുന്നുണ്ട്, പരിശുദ്ധിയുടെ വാക്കും പറയുന്നുണ്ട്. ഈ ഒരു പരസ്പര ഉടമ്പടി
ദൈവം തൻ്റെ മണവാട്ടിയെ സ്നേഹിക്കുന്നു. മണവാട്ടിയായ സഭ അല്ലെങ്കിൽ ഇസ്രായേൽ ദൈവത്തെ വിശുദ്ധിയോടെ നോക്കി പാർത്തിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ബന്ധം ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഈ 31-ാം അധ്യായത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഇസ്രായേൽ കന്യകെ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. ഇസ്രായേലിൻ്റെ പിഴവുകളും പരിമിതികളും പരാജയങ്ങളും അവരുടെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളുമൊക്കെ മറക്കുവാൻ തക്കവണ്ണം യഹോവയായ ദൈവത്തിൻ്റെ ഈ അദമ്യമായ സ്നേഹത്തിൽ സാധിക്കുന്നു. എപ്പോഴും നമ്മുടെ സഭയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടും അതാണല്ലോ. മണവാട്ടിയായ സഭയും മണവാളനായ ക്രിസ്തുവും തമ്മിലുള്ള ബന്ധമാണല്ലോ വിവാഹ കൂദാശയിൽ ഏറ്റവും കൂടുതൽ നാം പാടിപ്പുകഴ്ത്തുന്നത്. അവിടെ നിൽക്കുന്ന മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തേക്കാൾ ഉപരിയായി സഭയും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ കീർത്തനങ്ങൾ, അതിൻ്റെ ദൈവശാസ്ത്ര ഭാഗങ്ങൾ, അതിൻ്റെ പരിശുദ്ധതയുടെ അടയാളങ്ങൾ ഒക്കെയാണ് വിവാഹ കൂദാശയിൽ നാം പാടുകയും പ്രാർത്ഥിക്കുകയും വേദപാരായണത്തിലൂടെ നിർവഹിക്കുകയും ചെയ്യുന്നത്. കാരണം കുടുംബമെന്ന് പറയുന്നത് ഈ ദൈവരാജ്യത്തിൻ്റെ ഒരു സൂക്ഷ്മ അംശമാണ്. കുടുംബമെന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ഒരു സൂക്ഷ്മ മാതൃകയാണ്. പുരാതന ക്രൈസ്തവ പിതാക്കന്മാരായ അലക്സാന്ദ്രിയയിലെ വിശുദ്ധ ക്ലിമ്മീസും സ്വർണ്ണനാവുകാരനായ ഈവാനിയോസും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ദ ലിറ്റിൽ ചർച്ച് എന്നാണ് പറയുന്നത് കുടുംബത്തെ പറ്റി. ദ ലിറ്റിൽ ചർച്ച്. അത് വീണ്ടും ദൈവശാസ്ത്രജ്ഞന്മാർ കുറച്ചുകൂടി വിപുലപ്പെടുത്തി ഗാർഹിക സഭ എന്ന് പറയും. ഇപ്പോൾ ഒരു കുടുംബമെന്ന് പറയുന്നത് സഭയുടെ ഒരു സൂക്ഷ്മ അംശമാണ്, സൂക്ഷ്മമായ ഒരു മാതൃകയാണ്, ഒരു ചെറിയ മോഡലാണ്. ആ കുടുംബത്തിലാണ് സഭയെ സംബന്ധിച്ചുള്ള വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത്. കുടുംബത്തിലാണ് ദൈവത്തെ ആളുകൾ തിരിച്ചറിയുന്നത്. കുടുംബത്തിലാണ് ദൈവത്തെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാവേണ്ടത്. ദ ലിറ്റിൽ ചർച്ച് എന്ന് പിതാക്കന്മാർ പറയുന്ന എക്ലീസിയ ഡൊമസ്റ്റിക്ക, ഗാർഹിക സഭ എന്ന് വേദശാസ്ത്രജ്ഞന്മാർ പറയുന്ന ആ കുടുംബം ഇന്ന് വലിയ വെല്ലുവിളിയിലാണ് എന്ന് നമുക്കറിയാം. കാരണം ഇത് വെറും മനുഷ്യർ തമ്മിലുള്ള ഉടമ്പടി മാത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് വിവാഹ കൂദാശയിൽ പ്രസംഗകർ പറയുന്നത് ഇത് കേവലം ഒരു ഉടമ്പടി മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള മോതിരം കൈമാറ്റലിൻ്റെ ആ ഉടമ്പടി മാത്രമല്ല, അതിലുപരിയായി ഇതിലെ പ്രധാനപ്പെട്ട ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവും ദൈവജനവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. അവിടെ സുന്ദരികളിലത് സുന്ദരി നീ എന്ന് പറഞ്ഞുകൊണ്ട് പാടുന്നത് മണവാട്ടിയുടെ സൗന്ദര്യത്തെ പറ്റിയല്ല, സഭയുടെ സൗന്ദര്യത്തെ പറ്റിയാണ്. പള്ളി കൂദാശയിലും ഈ മണവാട്ടിയുടെ സൗന്ദര്യത്തെ സംബന്ധിച്ച്, മണവാട്ടിയുടെ വിശുദ്ധിയെ സംബന്ധിച്ച്, മണവാട്ടി മണവാളനും വേണ്ടി കാത്തിരിക്കുന്നത് സംബന്ധിച്ചുള്ള ഒത്തിരി രൂപകങ്ങൾ, സാദൃശ്യങ്ങളൊക്കെ പ്രാർത്ഥനകളിലും ഗീതങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടൊരു സഭയെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കുടുംബമെന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ ആഴമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് കുടുംബങ്ങൾ യാതൊരു ഉടമ്പടിയുമില്ലാതെ, യാതൊരു കടപ്പാടുകളുമില്ലാതെ, ഇന്ന് വലിയ അക്രമങ്ങളുടെ, വലിയ അരാജകത്വത്തിൻ്റെ, എല്ലാ തരത്തിലുമുള്ള അവമാനങ്ങളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അനുദിനം വായിച്ചറിയുന്ന വാർത്തകളിൽ നാം കാണുന്നു, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്നത് തെരുവുകളിലോ റോഡുകളിലോ നിരത്തുകളിലോ അല്ല, 4 ഭിത്തിക്കുള്ളിലാണ്, കുടുംബത്തിൻ്റെ ഉള്ളിലാണ്, വീടിൻ്റെ ഉള്ളിലാണ്. അപ്പൻ മക്കളോട്, മക്കൾ അപ്പനോട്, അമ്മ മക്കളോട്, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് ഒക്കെ കാണിക്കുന്ന ഈ വലിയ അക്രമത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ
പരിശുദ്ധിയെ തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും മാധ്യമങ്ങളുടെയും വിവരസാങ്കേതിക വിദ്യയുടെയും ഒക്കെ അതിപ്രസരം ഇതിന് ഒത്തിരി കാരണമായി ഭവിക്കാറുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. 18 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു കുട്ടി ആ 18 വയസ്സിനുള്ളിൽ 60,000 മണിക്കൂറെങ്കിലും മാധ്യമത്തിൻ്റെ മുൻപിലാണ്. കേവലം 11,000 മണിക്കൂർ മാത്രമേ ഉള്ളൂ വിദ്യാലയങ്ങൾ ചെലവഴിക്കുന്നത്. ഭവനത്തിൽ മാതാപിതാക്കളോടുകൂടി സഹോദരീ സഹോദരങ്ങളോടുകൂടി ആശയവിനിമയം നടത്തുന്നതാകട്ടെ വെറും 2000 മണിക്കൂറുകൾ മാത്രമാണ്. ഇപ്പോൾ 18 വയസ്സ് വരെയുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരത്തി 60,000 മണിക്കൂറുകൾ മാധ്യമത്തിൻ്റെ മുൻപിലാണ്, സോഷ്യൽ മീഡിയയുടെ മുൻപിലാണ്, ട്വിറ്ററിൻ്റെയും അതുപോലെയുള്ള ആശയവിനിമയ മാധ്യമങ്ങളുടെ മുൻപിലാണ്. 18 വയസ്സാകുമ്പോഴേക്കും ഒരു 2 ലക്ഷം അക്രമപ്രവർത്തനങ്ങളെങ്കിലും കണ്ടിരിക്കും ഒരു യുവാവ്, ഒരു യുവതി. 2 ലക്ഷം അക്രമങ്ങളെങ്കിലും കണ്ടിരിക്കും. അത് വാർത്തകളിലൂടെയാകാം, സിനിമകളിലൂടെയാകാം, കാർട്ടൂണുകളിലൂടെയാകാം, പല പരസ്യങ്ങളിലൂടെയാകാം. എല്ലാം കാണുന്ന വലിയ അക്രമങ്ങളുടെ ഒരു നീണ്ട നിരയുണ്ട്. ഇത് ഈ വ്യക്തിയുടെ മനസ്സിനെ സാരമായി ബാധിക്കുന്നു. ആ വ്യക്തിയുടെ വളർച്ചയെ ഗുരുതരമായി സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. 2 ലക്ഷം വയലൻ്റായിട്ടുള്ള അക്രമങ്ങളുടെ രംഗങ്ങളാണ്. സിനിമകളിലാകട്ടെ തോക്കും കത്തിയും വെട്ടിക്കുത്തും ആത്മഹത്യയും ഒക്കെ അനുദിന കാര്യങ്ങളാണ്. ഞാനിത് വായിച്ചപ്പോൾ ഓർക്കുകയായിരുന്നു, എൻ്റെ 18 വയസ്സിനുള്ളിൽ ഞാൻ ആകപ്പാടെ 3 അപമൃത്യുവിൻ്റെ മൃതദേഹങ്ങളെ കണ്ടിട്ടുള്ളൂ. 3 അപമൃത്യുവിൻ്റെ മൃതദേഹങ്ങളെ എൻ്റെ 18 വയസ്സിനുള്ളിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇന്ന് വളരുന്ന ഒരു ചെറുപ്പക്കാരത്തി 2 ലക്ഷം ദൃശ്യങ്ങളാണ് കാണുന്നത്. അക്രമങ്ങളുടെ, ആത്മഹത്യകളുടെ, കൊലപാതകങ്ങളുടെ ഒക്കെ ചിത്രങ്ങൾ. അത് പെട്ടെന്ന് മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല. വിദ്യാഭ്യാസ വിചക്ഷണന്മാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ലേണിങ്ങിനേക്കാൾ വളരെ പ്രയാസം പിടിച്ച ഒരു കാര്യമാണ് അൺലേണിംഗ് എന്ന് പറയുന്നത്. ലേണിങ്ങിനേക്കാൾ പഠിച്ചു വരുന്ന ഒരു കാര്യം പഠിക്കാനെടുക്കുന്ന സമയത്തേക്കാൾ വളരെ ദുഷ്കരമായ ഒരു പ്രോസസ്സാണ് അറിയാതെ മനസ്സിൽ പതിയുന്ന കാര്യങ്ങൾ അൺലേൺ ചെയ്യുക എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലെ പോലെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഉടനെ പോകുന്ന ഒരു കാര്യമല്ല ഈ മാധ്യമങ്ങളിൽ കാണുന്ന ഈ അക്രമത്തിൻ്റെയും ഈ ലൈംഗിക അരാജകത്വത്തിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യുവതി യുവാക്കന്മാരുടെ ഇടയിലെ മാനസിക പ്രശ്നങ്ങൾ വളരെ വലുതായി തീർന്നിരിക്കുന്നു. വിവാഹമോചനങ്ങൾ വർദ്ധിച്ചു വരുന്നു. കുടുംബത്തിനുള്ളിലെ ഡൊമസ്റ്റിക് വയലൻസ് വളരെ കൂടുന്നു. പല ആളുകളും സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തവരായി മാറുന്നു. സ്വന്തമായി ഒരു സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ പോകുന്നു. ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ്, എനിക്ക് ഈ ഒരു ധൈര്യമുണ്ടാവണം, എനിക്ക് ദൈവം ചില താലന്തുകൾ നൽകിയിട്ടുണ്ട്, എനിക്ക് കുഴപ്പങ്ങളൊക്കെ പലതുമുണ്ടെങ്കിലും അതിനപ്പുറത്ത് അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒത്തിരി സാധ്യതകൾ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയുവാൻ ഇന്ന് പലപ്പോഴും സാധിക്കുന്നില്ല. പല യുവതി യുവാക്കന്മാരും വളരെ ഒരു കോംപ്ലക്സിൻ്റെ പിടിയിലാണ്. ആരോടും വലിയ ആശയസംവേദനം നടത്താതെ, സമൂഹത്തിൽ കാര്യമായി ഇടപഴകാതെ, ഒരു മുറിയിൽ അടച്ചിരുന്നു കൊണ്ട് വിഷാദഭാവത്തിലായിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. അതിന് കാരണം ഈ അമിതമായ മാധ്യമ സ്വാധീനമാണ്. ഈ അമിതമായ ഈ സിനിമകളുടെയും സീരിയലുകളുടെയും കാർട്ടൂൺ ഫിലിമിൻ്റെയും സ്വാധീനമാണ്. പലരും വിചാരിക്കും കാർട്ടൂൺ എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ളതാണല്ലോ, ഇത് വളരെ നിരുപദ്രവകരമാണ് എന്ന് പലരും വിചാരിക്കും. പക്ഷേ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വയലൻസ് കാണിക്കുന്ന ഒരു രംഗമാണ് കാർട്ടൂൺ ഫിലിംസ്.
അതിൽ പൂച്ചയും എലിയും ഒക്കെ ആയിരിക്കും കഥാപാത്രങ്ങളെങ്കിലും വയലൻസ് വളരെ കൂടി നിൽക്കുകയാണ്. ഇത് ഒരു യുവാവിൻ്റെ യുവതിയുടെ മനസ്സിലൊക്കെ ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ, ദൂഷ്യഫലങ്ങൾ, അത് ആഴമായി പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ ശ്രോതാക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരാജയങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുന്നത് തികച്ചും സ്വാഭാവികമാണ്. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം വളർത്തിയെടുക്കണം. അവിടെയാണ് ദൈവം നമ്മെ സഹായിക്കുന്നത്. ജീവിക്കുന്ന ദൈവത്തിൽ അഭയം പ്രാപിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് ഏത് വൈതരണി വന്നാലും, ഏത് പ്രതികൂല സാഹചര്യം വന്നാലും, എത്ര വലിയ വെല്ലുവിളികൾ നേരിട്ടാലും അതിനെ അതിജീവിക്കുവാനുള്ള ഒരു ത്രാണി, ഒരു ശക്തി സ്വാഭാവികമായി ഉള്ളിലുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ച ഒരു വൈദികന് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം എന്നും ഒരു ചെറിയ നുറുങ്ങ് ചിന്ത പങ്കുവയ്ക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇട്ടത് വളരെ ആകർഷണീയമായി എനിക്ക് തോന്നി. അതിൽ അദ്ദേഹം പറയുന്നത് ഒരു ചെറിയ വീഡിയോ ക്ലിപ്പാണ്. അദ്ദേഹം പറയുന്നു, ജപ്പാനിലെ ആളുകൾ മത്സ്യം വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. പക്ഷേ നല്ല രുചികരമായ മത്സ്യം കിട്ടണമെങ്കിൽ ആഴക്കടലിലേക്ക് പോകണം. ഒത്തിരി മൈലുകൾ, നോട്ടിക്കൽ മൈൽസ് യാത്ര ചെയ്യണം. അവിടെ നിന്ന് ഈ മീനെ പിടിച്ചുകൊണ്ട് കരയ്ക്കെത്തുമ്പോഴേക്കും അതിൻ്റെ സ്വാഭാവികമായ രുചിയൊക്കെ നഷ്ടപ്പെട്ട് പലതും ചത്തതായി മാറുകയും ആളുകൾക്ക് അതൊന്നും താല്പര്യമില്ലാതെയാവുകയും ചെയ്യും. ജപ്പാൻകാർ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഫ്രഷായിട്ടുള്ള നല്ല പുത്തൻ മത്സ്യങ്ങളെ ഭക്ഷിക്കുവാനായിട്ടാണ്. അപ്പോൾ ഫിഷിംഗ് കമ്പനീസൊക്കെ പല തരത്തിൽ ഇതിനെ നേരിടുവാനായിട്ടൊരുങ്ങുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾ അവരുടെ ഫിഷിംഗ് ബോട്ടിൽ ഒരു ഫ്രീസർ സംഘടിപ്പിച്ചു. പിടിക്കുന്ന മത്സ്യത്തെ ഉടൻ തന്നെ ഈ ഫ്രീസറിലാക്കിയിട്ട് കരയ്ക്ക് കൊണ്ടുവരാൻ നോക്കി. പക്ഷെ പ്രശ്നം, കരയിൽ വരുമ്പോൾ അത് ഫ്രോസനാണ്. ജപ്പാൻകാർക്ക്, സാധാരണ മനുഷ്യർക്ക് അതല്ല വേണ്ടത്, ഇപ്പോൾ പിടിച്ച മീനാണ് വേണ്ടത്. വളരെ ഫ്രഷായിട്ടുള്ള മത്സ്യമാണ്. അപ്പോൾ അടുത്ത കമ്പനിക്കാർ ഒരു വലിയ ബോട്ടിൽ വലിയൊരു ടാങ്ക് ഉണ്ടാക്കി ശുദ്ധജലത്തിൽ ഇതിനെ നിക്ഷേപിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. ആ മീനും കരയ്ക്ക് വരുമ്പോൾ അതിൻ്റെ സജീവാവസ്ഥയിലാകുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരും പരാജയപ്പെട്ടു. അപ്പോഴാണ് മൂന്നാമതൊരു കമ്പനി ഒരു പുതിയ തന്ത്രവുമായി രംഗത്ത് വന്നത്. അവരവരുടെ ബോട്ടിലെ ഈ വലിയ ടാങ്കിനകത്ത് ഒരു സ്രാവിനെ കൂടെ നിക്ഷേപിച്ചു, ഒരു ഷാർക്കിനെ കൂടെ നിക്ഷേപിച്ചു. പിടിക്കുന്ന മത്സ്യങ്ങളെ ഈ ടാങ്കിലിട്ടപ്പോൾ ഈ സ്രാവ് ഇതിനെ ഓടിക്കുകയാണ്, ഇതിനെ പിടിച്ചു തിന്നാനായിട്ട് ഓടിക്കുകയാണ്. കുറച്ചൊക്കെ ഈ സ്രാവ് അകത്താക്കുന്നെങ്കിലും അവശേഷിക്കുന്ന മത്സ്യങ്ങളെല്ലാം വളരെ തനിമയോടുകൂടി ഫ്രഷായിട്ട് തന്നെ കരയ്ക്കെത്തുന്നു എന്നാണ് ഈ വൈദികൻ്റെ വീഡിയോ ക്ലിപ്പിൽ ഞാൻ കേട്ടത്. വലിയൊരു സന്ദേശമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികൾ നമ്മെ കുറച്ചുകൂടെ പുതുപുത്തനാക്കുകയും കുറച്ചുകൂടെ ഉന്മേഷഭരിതരാക്കി തീർക്കുകയും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സഹജമായ വാസനകളെ പരിപോഷിപ്പിക്കുവാൻ തക്കവണ്ണം ഉതകുകയും ചെയ്യും എന്നുള്ളത് തീർച്ചയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചത്. ചുരുക്കത്തിൽ, ദൈവം നമുക്ക് നൽകുന്ന ആയുസ്, ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ ദൈവഭയത്തോടെ ചെലവഴിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായും ദുർഘടസന്ധികൾ, അതുപോലെ വെല്ലുവിളികൾ നമുക്ക് നിഷ്പ്രയാസം അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇരമ്യാവ് അരുളി ചെയ്യുന്ന ഈ യഹോവയായ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്നാണ്. ഇതാണ് ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്നുള്ളതാണ്.
ഇതിന് ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. 36-ാം അധ്യായത്തിലൊക്കെ കടന്നു വരുമ്പോൾ നാം കാണുന്നുണ്ട്, യിരെമ്യാവ് ഈ 5 രാജാക്കന്മാരുടെ കാലത്ത് പ്രവചിച്ച ദൈവവചനങ്ങളെ ക്രോഡീകരിച്ച് ഒരു ഗ്രന്ഥമാക്കി, ഒരു ചുരുളാക്കി അവിടെ രാജസന്നിധിയിൽ സമർപ്പിക്കുവാനായി ശ്രമിക്കുന്നത് 36-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. യെഹോയാക്കീം രാജാവിൻ്റെ കാലത്ത് തൻ്റെ സെക്രട്ടറിയായ ബാരൂക്കിനോട് പറഞ്ഞു, ഒരു ചുരുള് വാങ്ങിച്ച് ഞാനീ പറയുന്നതൊക്കെ അതിലെഴുതണം. ഈ കാലത്ത് യിരെമ്യാവ് തടവിലോ മറ്റ് രഹസ്യവാസത്തിലോ ആണ്. അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നില്ല. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് ബാറൂക്ക് എഴുതി ഈ രാജസന്നിധിയിൽ കൊണ്ടുവരികയാണ്. പക്ഷെ യെഹോയാക്കീം രാജാവ് ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ മോശമായി തീരും എന്നുള്ളത് രാജസന്നിധിയിലുള്ളവർക്ക് തീർച്ചയായിരുന്നു. അവർ പറഞ്ഞു, ബാരൂക്കെ, നീയും നിൻ്റെ ഗുരുവായ യിരെമ്യാവും ഒരിക്കലും പരസ്യമായി പ്രത്യക്ഷപ്പെടരുത്, നിങ്ങൾ രഹസ്യവാസം ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ശാഫാൻ്റെ കൊച്ചുമകനായ മിഖായാവ് യെഹോയാക്കീം രാജാവിൻ്റെ രാജസന്നിധിയിൽ ഈ ചുരുൾ നിവർത്തി ഈ ദൈവവചനത്തെ വളരെ വിശദമായി വായിക്കുകയാണ്. ഇത് കേട്ട യെഹോയാക്കീം രാജാവ് ആ ചുരുളിനെ കഷണം കഷണമാക്കി തുണ്ടാക്കി കീറി അഗ്നിയിൽ നിക്ഷേപിക്കുകയാണ്. ദൈവവചനം കേൾക്കുമ്പോൾ വിപരീതമായ ഭാവമുള്ള ആളുകൾ അവിടെയുണ്ടായിരുന്നു. യെഹോയാക്കീം അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. പ്രിയമുള്ളവരെ, ഇന്നും പലർക്കും ദൈവവചനം വായ്ക്കുള്ളിൽ കയ്പായി മാറുകയാണ്. അതുള്ളിൽ ചെല്ലുമ്പോൾ രുചികരമായ സാധനമായി മാറണമെങ്കിലും വായിൽ അത് കയ്പേറിയ ഒരു അനുഭവമാണ് ഉണ്ടാക്കുന്നത്. യെഹോയാക്കീമിന് അത്തരത്തിലുള്ള ഒരു അനുഭവമായിരുന്നു. വീണ്ടും ബാരൂക്കിനോട് മറ്റൊരു ചുരുൾ വാങ്ങി. രണ്ടാമതേ യിരെമ്യാവ് ഇത് മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നതും ഡിക്റ്റേറ്റ് ചെയ്യുന്നതും എഴുതുന്നതുമൊക്കെ ഈ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവവചനം നിങ്ങളുടെ ഉള്ളിലാക്കും എന്നാണ് ദൈവത്തിൻ്റെ പുതിയ ഉടമ്പടിയുടെ സാരാംശം. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ദൈവവചനം നിക്ഷേപിക്കുന്നതിനാണല്ലോ ഈ സുവിശേഷ യോഗങ്ങളൊക്കെ നടത്തുന്നത്. ദൈവവചനം എപ്പോഴും വെല്ലുവിളിക്കുന്ന ഒരു സംഗതിയാണ്. വ്യക്തിപരമായി നമുക്ക് ഒരു ചൂണ്ടുപലകയായി തീരുന്നതാണ്. ചിലപ്പോഴൊക്കെ നമ്മെ ഭീഷണിപ്പെടുത്തുന്നതാണ്. പലപ്പോഴും നമുക്ക് അരോചകമാണ്. പക്ഷേ ദൈവവചനത്തിന് സ്ഥായിയായ ഒരു ഭാവമുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. പലരും ദൈവവചനത്തെ വെറും കോമഡി ഷോകളാക്കി മാറ്റുമ്പോൾ എല്ലാവർക്കും മധുരതരമായി തോന്നുമെങ്കിലും അതല്ല യഥാർത്ഥമായ ദൈവവചനം. യഥാർത്ഥമായ ദൈവവചനം നമ്മളെ ചിന്തിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും അനുതപിപ്പിക്കുകയും ജീവിതത്തിൽ രൂപാന്തരമുണ്ടാക്കുവാൻ സഹായിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹൃദയങ്ങളിലാണ് ന്യായപ്രമാണം എഴുതേണ്ടത്, കൽപ്പലകയിലല്ല. മോശയും കൽപ്പലക വാങ്ങിച്ചപ്പോൾ ആദ്യം വാങ്ങിച്ച കൽപ്പലക എറിഞ്ഞുടച്ച് രണ്ടാമത് വീണ്ടും കൽപ്പലക വാങ്ങിക്കുന്നത് കാണുന്നുണ്ടല്ലോ. ഇവിടെ ബാരൂക്കും ആദ്യം ഒരു ചുരുള് എഴുതി വീണ്ടും രണ്ടാമത് ഒന്ന് എഴുതുന്നതും ഏകദേശം ഒരു സാദൃശ്യം പോലെ തോന്നുന്നു. എന്തുമാകട്ടെ, എന്താണ് ദൈവവചനം എന്നുള്ളത് നാം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പലരുടെയും വിചാരം ദൈവവചനം എന്ന് പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകം മാത്രമാണ് എന്നാണ്, അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗം മാത്രമാണ് എന്നാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെ നിൽക്കുന്നില്ല ദൈവവചനം എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പോലെ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു, കൃപയും സത്യവുമുള്ളവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യഥാർത്ഥമായ ദൈവവചനമെന്ന് പറയുന്നത് നമ്മുടെ രക്ഷിതാവായ യേശു തമ്പുരാനാണ്. ആ യേശു ക്രിസ്തുവിലേക്ക് നയിക്കുന്നതാവണം ദൈവവചനം. യേശുവാണ് ദൈവവചനമെന്ന് പറയുന്നത്. അതുകൊണ്ട് യേശുവിലേക്ക് നയിക്കുന്ന എല്ലാ കാര്യങ്ങളും അതാണ് ദൈവവചനം എന്ന് പറയുന്നത്. അത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു, ആരാധനയിലൂടെ നമുക്ക് ലഭിക്കുന്നു,
പെരുന്നാളുകളിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഫെബ്രുവരി 2 നമുക്ക് മാറാനായി പെരുന്നാളായിരുന്നു, മായൽത്തോ പെരുന്നാളായിരുന്നു. അത് ദൈവവചനത്തിൻ്റെ ഒരാഘോഷമാണ്. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വലിയ ഒരു സംഭവത്തിൻ്റെ ആഘോഷമാണ് മാറാനായ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ. ദൈവവചനത്തിൻ്റെ ആഘോഷമാണ്. അതിൻ്റെ ഒരാവർത്തനമായി നാം കേൾക്കുകയാണ്. പൗരസ്ത്യ വേദശാസ്ത്രമനുസരിച്ച് നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ ആവിഷ്കാരമാണ്. കേവലം വേദവായനകൾ മാത്രമല്ല, അവിടെ നടക്കുന്ന ആരാധനയും ദേവാലയത്തിൻ്റെ ചമയങ്ങളും ദേവാലയത്തിൻ്റെ രൂപഘടനയും പുരോഹിതൻ്റെ വേഷവിധാനങ്ങളും അവിടെ കുദാശകളിലെ അംഗവിക്ഷേപങ്ങളും എല്ലാ തരത്തിലുമുള്ള സിംബോളിക്കായിട്ടുള്ള കാര്യങ്ങളും ദൈവവചനത്തിൻ്റെ ആവിഷ്കാരമാണ്. അതുകൊണ്ട് യഥാർത്ഥമായും ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ ആവിഷ്കാരം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയിലുള്ള സംസർഗത്തിലൂടെയാണ് ദൈവവചനത്തെ നമുക്ക് സമ്പൂർണമായി ഗ്രഹിക്കാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതി നിക്ഷേപിക്കുന്ന അവസരമാണ്. 2 വർഷങ്ങളായി നമുക്ക് അതിൽ കുറച്ചേറെ പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ആരാധന ഭംഗിയായി നടത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ജനപങ്കാളിത്തം ഉറപ്പാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. വിശുദ്ധ കുർബാനയിൽ കയ്യസൂരി കൊടുക്കാൻ പറ്റുന്നില്ല, കൈമുത്താൻ പറ്റുന്നില്ല. കർത്താവിൻ്റെ തിരുശരീരരക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുന്നില്ല. 2 വർഷങ്ങളായി ഇത് വലിയ ഒരു ദുർഘടസന്ധിയായി മാറിയിരിക്കുകയാണ്. കർത്താവിൻ്റെ തിരുശരീരരക്തങ്ങൾ അനുഭവിക്കുന്നതോടുകൂടി ദൈവവചനത്തെ നാം സ്വാംശീകരിക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ ആദ്യം മുതൽ അവസാനം വരെ കാണുന്ന തിരുവചന സംഭവങ്ങളെ എല്ലാം സാക്ഷ്യപ്പെടുത്തി കർത്താവിൻ്റെ തിരുശരീരരക്തങ്ങൾ അനുഭവിക്കുമ്പോഴാണ് ആ ദൈവവചന ശുശ്രൂഷയുടെ പാരമ്യത്തിൽ നാം എത്തുക എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ ആരാധനയിൽ ദൈവവചനത്തിന് പരമമായ ഒരു സ്ഥാനമാണുള്ളത്. അത് പലപ്പോഴും നാം തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും പല ആളുകളുടെയും വിചാരം നമുക്ക് ദൈവവചനത്തിന് അത്ര കാര്യമായ ഒരു പ്രസക്തി നാം നൽകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്കറിയാം, നമ്മുടെ ആരാധനയിൽ ഉപയോഗിക്കുന്ന അത്രയും ദൈവവചനത്തിൻ്റെ ഒരു ഉപയോഗം മറ്റൊരു സഭയിലും നാം കാണുന്നില്ല. നാളെ ഞായറാഴ്ചയാണല്ലോ. 6 വേദഭാഗങ്ങളെങ്കിലും നമ്മൾ എടുത്ത് വായിക്കാറുണ്ട്. പഴമയായും പുതിയ നിയമ ലേഖന ഭാഗങ്ങളായും ഏവൻഗേലിയോനായും. അതുകൂടാതെ എത്രയോ മസുമൂറുകൾ, സങ്കീർത്തനങ്ങൾ നാം ആലപിക്കുന്നു. ആ സങ്കീർത്തനങ്ങളൊക്കെ വേദഭാഗങ്ങളാണ്. അതുകൂടാതെ നമ്മുടെ പ്രമിയോൻ സദറാകൾ, നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം വേദവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. നമ്മുടെ ശുശ്രൂഷകൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. നമ്മുടെ ധൂപാർപ്പണവും നമ്മുടെ എല്ലാ തരത്തിലുമുള്ള സിംബോളിക്കായിട്ടുള്ള റിച്വൽസും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. തിങ്കളാഴ്ച മുതൽ 3 ദിവസം യോനാ ദീർഘദർശിയുടെ ആ ജീവിത സംഭവം നാം ഓർത്ത് നമ്മെ തന്നെ മാനസാന്തരത്തിന് യോഗ്യമാക്കുവാൻ പോവുകയാണല്ലോ. ഒരു പ്രവാചകന് ദൈവവചനത്തെ സ്വീകരിക്കാൻ കാണിക്കുന്ന വൈമുഖ്യം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില സംഭവങ്ങൾ, മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്ന് അദ്ദേഹത്തിനുണ്ടാകുന്ന ആ രൂപാന്തരം, പശ്ചാത്താപം, അനുതാപം, അതെല്ലാം വളരെ വിശദമായി തന്നെ 3 ദിവസങ്ങളെടുത്തു തന്നെ നാം ധ്യാനിക്കുകയും ആ പ്രവാചകനോട് താതാത്മ്യപ്പെട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവവചനത്തെ തിരസ്കരിക്കുന്ന അനുഭവങ്ങളുണ്ടായെങ്കിൽ അതിനെതിരെ നാം മനസാന്തരപ്പെട്ട് ദൈവത്തോട് പാപക്ഷമ ആവശ്യപ്പെടുന്ന ദിനങ്ങളാണല്ലോ കടന്നു വരുന്നത്. യോനായുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രവാചകനായിരുന്നെങ്കിലും വിപരീത സാഹചര്യത്തിൽ പ്രസംഗിക്കുവാനായി വലിയ മടിയുള്ള ആളായിരുന്നു. നിനിവേ പട്ടണത്തിൽ പോയി പ്രസംഗിച്ചാൽ യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം ധരിച്ചത്. കാരണം അദ്ദേഹത്തിന് നിനിവേക്കാരെ പറ്റി തെറ്റായ ഒരു ധാരണയാണ് ഉണ്ടായത്.
അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ നിനിവേ നഗരം അക്കാലത്തെ വലിയ വികസിതമായ ഒരു പട്ടണമായിരുന്നു. അവിടെയുള്ള ആളുകളുടെ പരിഷ്കൃത ജീവിതം, അവരുടെ ജീവിതത്തിലെ അധാർമികത, അവരുടെ ജീവിതത്തിലെ അച്ചടക്കമില്ലായ്മ, അവർ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നതിൽ കാണുന്ന വൈമുഖ്യം എല്ലാം ഓർത്താണ് യോന അവിടെ പോയി പ്രസംഗിക്കുവാനായിട്ട് തയ്യാറാകാതെ ഇരിക്കുന്നത്. യോന വിചാരിച്ചു, ഞാനവിടെ പോയി പ്രസംഗിച്ചിട്ട് എന്ത് പ്രയോജനം, ആർക്കെങ്കിലും മാനസാന്തരമുണ്ടാകുമോ എന്നൊക്കെ ധരിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. യോനയുടെ പ്രസംഗം മൂലം പട്ടണവും രാജാക്കന്മാരും അവിടെയുള്ള മൃഗങ്ങൾ വരെ അനുതപിക്കുകയും ജീവിതത്തിൽ പുതിയ രൂപാന്തരം വരുത്തി ആ നഗരത്തെ മുഴുവൻ ആത്മീയ അനുഭവത്തിലാക്കി തീർക്കുകയും ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. ഇത് വലിയൊരു സാക്ഷ്യമായ ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും പലരെയും നമ്മൾ എഴുതിത്തള്ളി കളയാറുണ്ട്. പലരെയും അവിടെ ആത്മീയരല്ല എന്ന് വിചാരിച്ച് നാം തിരസ്കരിക്കാറുണ്ട്. പലയിടങ്ങളും ഇത് ആത്മീയമായി ഒരിക്കലും രൂപാന്തരപ്പെടുകയില്ല എന്ന് വിചാരിച്ച് നാം തള്ളിക്കളയാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായാൽ എവിടെയായിരുന്നാലും എത്ര വിപരീത സാഹചര്യമായിരുന്നാലും അവിടെ ദൈവം പ്രവർത്തിച്ചാൽ മാനസാന്തരമുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. സ്തെഫാനോസ് സഹദായെ കല്ലെറിയുന്ന ആളുകളുടെ ഉടുപ്പുകൾ സൂക്ഷിച്ച, അവർക്ക് ഏലായിട്ട് കൊടുത്ത, അവരെ പ്രോത്സാഹിപ്പിച്ച, അവർക്ക് രാഷ്ട്രീയമായ അഭയം നൽകിയ ശൗൽ മാനസാന്തരപ്പെടുന്നത് നാം ഒക്കെയും വായിക്കുന്നുണ്ട്. വലിയ ഭീകരവാദിയായ, വലിയ മതതീവ്രവാദിയായ ആളുകളെ വിശ്വാസത്തിൻ്റെ പേരിൽ കൊന്നൊടുക്കുവാൻ ഒരു മടിയുമില്ലാതിരുന്ന ഈ ബെന്യാമീൻ ഗോത്രക്കാരനായ ശൗല് സ്തെഫാനോസിൻ്റെ രക്തസാക്ഷിത്വം കണ്ടപ്പോൾ തൻ്റെ മനസ്സിലൂടെ രൂപാന്തരത്തിൻ്റെ മിന്നലാട്ടം നടക്കുകയായിരുന്നു. ദൈവവചനം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. പലപ്പോഴും വലിയ വലിയ പ്രകടനങ്ങളിലൂടെയല്ല, മറിച്ച് വളരെ ശാന്തമായി നമ്മെ ചിന്തിപ്പിക്കുന്ന, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന, പുതിയ തീരുമാനങ്ങൾ എടുക്കുന്ന വേദികളായി ദൈവവചന ശ്രവണം നമ്മെ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് അതൊരിക്കലും നിസ്സാരമായി കരുതരുത് എന്നുള്ളതാണ് അപേക്ഷിക്കുവാനായിട്ട് ഉള്ളത്. ദൈവവചനത്തിൻ്റെ ശ്രവണം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിയൻ തിരുമേനി പ്രസംഗിച്ചത് നമ്മളൊക്കെ വായിച്ചറിയുകയും കേൾക്കുകയും ചെയ്തു. ഈ സുവിശേഷ പ്രസംഗ ഘോഷണം ഈ 2-3 ദിവസം കൊണ്ട് ഇവിടെ അവസാനിക്കുകയല്ല, മറിച്ച് ഇത് തുടരെ മുന്നോട്ട് പോയി അനുദിന പ്രവർത്തനങ്ങളിൽ, അനുദിന ജീവിതത്തിലൂടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അനേകം ആളുകൾ ദൈവവചനം കേൾക്കുവാനായി വ്യാകുലപ്പെടുന്നവരായിട്ടുണ്ട്. ആമോസിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ ശ്രേഷ്ഠമായ ഒരു വിവരണമുണ്ട്. അവിടെ പ്രവാചകൻ പറയുന്നു, ഞാൻ ദേശത്ത് വലിയൊരു ക്ഷാമം വരുത്താൻ പോകുകയാണ്. 8-ാം അധ്യായം, ആമോസിൻ്റെ പുസ്തകം 8-ാം അധ്യായം. ഞാൻ ദേശത്ത് വലിയൊരു ക്ഷാമം വരുത്താൻ പോകുകയാണ്. താഴോട്ട് അദ്ദേഹം പറയുന്നു, ഇത് അപ്പത്തിനായുള്ള വിശപ്പോ വെള്ളത്തിനായുള്ള ദാഹമോ അല്ല, ദൈവവചനത്തിനായുള്ള ദാഹം ഞാൻ ദേശത്ത് വരുത്തുവാൻ പോവുകയാണ്. അപ്പത്തിനായുള്ള വിശപ്പോ വെള്ളത്തിനായുള്ള ദാഹമോ അല്ല, ദൈവവചനത്തിനായുള്ള ദാഹം ഞാൻ ദേശത്ത് വരുത്താൻ പോവുകയാണ്. മനുഷ്യൻ സമുദ്രം മുതൽ സമുദ്രം വരെയും കര മുതൽ കര വരെയും യാത്ര ചെയ്ത് ദൈവവചനം അന്വേഷിച്ച് യാത്ര ചെയ്യുന്ന ഒരു കാലം വരുന്നു. സുന്ദരിമാരായ കന്യകമാർ ദാഹം കൊണ്ട് ബോധം കെട്ടു വീഴുന്നു. കോമളഗാത്രരായ യൗവനക്കാര് ബോധക്ഷയമുണ്ടാകുന്നു. കാരണം അവരുടെ ദാഹം മാറുന്നില്ല. അവർക്ക് ദൈവവചനത്തിനായുള്ള അദമ്യമായ ദാഹം തുടരുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൗത്യം ഈ ഒരു വലിയ ദാഹം തീർക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ലോകത്തിൽ
സിദ്ധാന്തങ്ങൾ ധാരാളമുണ്ട്, ആശയവിനിമയ മാർഗങ്ങൾ ധാരാളമുണ്ട്, പ്രസംഗങ്ങൾ ധാരാളമുണ്ട്, പ്രസിദ്ധീകരണങ്ങൾ ധാരാളമുണ്ട്. എങ്കിലും ദൈവവചനത്തെ അന്വേഷിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും തൃപ്തി വരുന്നില്ല എന്നുള്ളതാണ് കണ്ടുവരുന്നത്. നാം എത്തിക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശു തമ്പുരാനെ കുറിച്ചുള്ള ദൈവവചനമാണ്. യേശുവിനെ കുറിച്ചുള്ള ദൈവവചനമാണ് മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ പലകകളിൽ എഴുതി നിക്ഷേപിക്കേണ്ടത്. യേശു തമ്പുരാൻ ഇസ്രായേൽ ജനതയ്ക്ക് മണവാളനായിരുന്നെങ്കിൽ മറുഭാഗത്ത് അവർക്ക് ഇടയനാണ് എന്നും പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ നേരെയുള്ള വഴിയാണ് പ്രവേശിക്കുന്നത്. കള്ളന്മാര് മറുവഴിയായി കയറി വരുന്നു. നല്ല ഇടയൻ തൻ്റെ ആടുകളെ പുറത്തു കൊണ്ടുപോയി അതിനെ മേച്ചിൽപ്പുറങ്ങളിലാക്കുന്നു. 23-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുകയും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുകയും ചെയ്യുന്ന യഹോവയായ ദൈവത്തിൻ്റെ ഇടയ ശുശ്രൂഷ അവിടെയും നമ്മൾ വായിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കാണുകയാണ്, ഇടയൻ തൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ അവ അവനെ അനുഗമിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും പേര് ചൊല്ലി അറിയാവുന്ന യേശുവിലാണ് നമ്മുടെ വിശ്വാസം. നമ്മെ പേർ ചൊല്ലി വിളിച്ചു പറയുന്ന യേശുവിലാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ കഴിവുകൾ മാത്രമല്ല, നമ്മുടെ പരിമിതികളും നമ്മുടെ പരാജയങ്ങളും നമ്മുടെ ദുഷ്ടഭാവങ്ങളും എല്ലാം അറിയുന്ന യേശുവാണ് നമ്മെ വിളിക്കുന്നത്. വീണ്ടും യേശു തമ്പുരാൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. കള്ളന്മാരോ ശത്രു വരുന്നത് കണ്ട് ഓടി ഒളിക്കുകയാണ്. ഇടയൻ ആടുകളുടെ വാതിലാകുന്നു എന്ന് പറയുന്നു. പലസ്തീൻ നാട്ടിലെ ആട്ടിടയന്മാർ ഈ ആടുകളെ സന്ധ്യയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് സമ്മേളിപ്പിച്ചിട്ട് ഒരു ഗുഹാമുഖത്തോ മറ്റോ ഒരു വാതിലിൻ്റെ അവിടെ വാതിലായി കിടക്കുന്ന ശീലമുണ്ടായിരുന്നു. ചെന്നായി വന്നാൽ ഈ ഇടയനെ ചവിട്ടാതെ ആട്ടിൻകൂട്ടത്തിൽ കയറാൻ ഒക്കുകയില്ല. ആട്ടിൻകൂട്ടത്തിലുള്ള കുഞ്ഞാടുകൾ ഈ ഇടയനെ ചവിട്ടാതെ പുറത്ത് ഓടിക്കളിക്കാനും ഒക്കുകയില്ല. ഞാൻ ആടുകളുടെ ഇടയനാകുന്നു. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഇടയൻ്റെ, ആ നല്ല ഇടയൻ്റെ, നമ്മുടെ ശബ്ദമറിയാവുന്ന, നമ്മുടെ തലയിലെ രോമങ്ങൾ പോലും എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്ന ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുകയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പുതിയ ഉടമ്പടി ഈ സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിലും ഈ അപാരമായ കരുണാവായ്പിൻ്റെ പശ്ചാത്തലത്തിലും ഒക്കെ ഉണ്ടാകുന്ന ഒന്നാണ്. അവസാനമായി ഇവിടെ നാം വായിച്ച് കേൾക്കുന്നു, ഇനി ആരും ദൈവത്തെ അറിയുക എന്ന് മറ്റൊരാളോട് പറയുകയില്ല. ഓരോരുത്തരും ദൈവത്തെ അറിയുന്ന ഒരു ഭാവത്തിലേക്ക് വരുന്നു. ദൈവത്തെ രുചിച്ചറിയുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയാണ്. ഇനി പ്രഭാഷണങ്ങൾ അധികം ആവശ്യമില്ല. യേശുവിനെ ചൂണ്ടിക്കാണിച്ചാൽ മതി. ഇനി പ്രഭാഷണങ്ങൾ അധികം ആവശ്യമില്ല. ശമരിയക്കാരത്തി സ്ത്രീയെ ശമരിയ പട്ടണത്തിൽ പോയി യേശുവിനെ പറ്റി സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകൾ യേശുവിനെ കൂട്ടിക്കൊണ്ട ഗ്രാമത്തിലേക്ക് പോയിട്ട് മടങ്ങി വരുമ്പോൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ തന്നെ അവനിൽ നിന്ന് കേട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഈ കർത്താവായ യേശു തമ്പുരാനെ, ഈ നല്ല ഇടയനെ ലോകത്തിന് മുൻപിൽ നമുക്ക് കാട്ടിക്കൊടുക്കാം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ ഈ ഇടയനെ നമുക്ക് കാട്ടിക്കൊടുക്കാം. നമ്മുടെ കുടുംബജീവിതത്തിലൂടെ ഗാർഹിക സഭയായ എക്ലീസിയ
ഡൊമസ്റ്റിക്കായ നമ്മുടെ കുടുംബജീവിതത്തിലൂടെ ഈ ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം. തീർച്ചയായും അത്ര എളുപ്പമുള്ള കാര്യമല്ല. സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വെല്ലുവിളികൾ ഉണ്ടാകുന്നുണ്ട്, ഭീഷണികൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടേതായ രീതിയിൽ നന്മകൾ ചെയ്യുവാൻ നമുക്ക് ശ്രമിക്കാം. പൈശാചികമായ ശക്തികളോട് എതിർത്തു നിൽക്കുവാനുള്ള പോരാട്ടത്തിനുള്ള വീര്യം നമുക്ക് സമ്പാദിക്കാം. നോമ്പുകാലം വരുന്നല്ലോ. നോമ്പിലൂടെ, അനുതാപത്തിലൂടെ, ഉപവാസത്തിലൂടെ ഒരു പുതിയ ശക്തി സംഭരിച്ചുകൊണ്ട് ദൈവത്തെ ലോകത്തിന് മുൻപിൽ കാട്ടിക്കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ തൻ്റെ പരിശുദ്ധ റൂഹാമൂലം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.